അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഫ്ലെക്സ് ബോർഡുകളും എല്ലാം നിരോധിച്ചു. അതിന് സൈക്കിൾ റാലി നടത്തുന്നു. അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലാനുള്ള ഒരു തന്ത്രമായിട്ടാണോ ഇതിനൊക്കെ? നമുക്ക് ഈ ഇലക്ഷന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമ്മുടെ യുദ്ധ സാഹചര്യം, അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ എന്താ പറയുക, നമ്മൾ ഭവനരഹിതരില്ലാത്തൊരു പുതുപ്പള്ളി. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലം 25ഓളം വീടുകൾ ചെയ്തു. ഇനി 100 വീട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. 50ഓളം വീട് ചെയ്തു. 50ഓളം വീട് ചെയ്തു. 25 വീട് നമ്മളിപ്പോൾ തറക്കിട്ടുണ്ട് 100 വീട് ഉള്ള ലക്ഷ്യത്തിലേക്ക്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ആഗ്രഹമാണ് ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി. അതിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. അധികം ചെലവ് നടത്താൻ പാടില്ല എന്നുള്ളത്. അപ്പം പാർട്ടിയുടെ ചിഹ്നം നമ്മൾ പ്രിൻ്റ് ചെയ്യും. പേഴ്സണിനെക്കാട്ടി വലുത് പാർട്ടിയാണ്. പാർട്ടി ബിഫോർ പേഴ്സൺ എന്നുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിരുന്നിട്ടും ഇങ്ങോട്ട് വികസനം നേരത്തെ എത്തിയിട്ടില്ല എന്ന് പറയുന്ന LDFന്റെ ആ ഒരു ആരോപണത്തെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നല്ല ക്യാപ്സ്യൂളാണ്. ഇപ്പം പറയുന്നത് എന്താ അറിയോ? MLA ഷോ ആണെന്നാ. ഞാൻ സമ്മതിച്ചിരിക്കുക. പഴയ MLAക്ക് ഷോ ഇല്ലായിരുന്നു. ഞാൻ ഷോ വെച്ചിരിക്കുക. കാരണം അദ്ദേഹം നടത്തിയത്ര വികസനം ഒരാളിവിടെ നടത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മണ്ഡലത്തിനുണ്ട്. ഏതെന്നറിയാമോ? ഒന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മണ്ഡലത്തിലാണ്. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയുടെ ആദ്യത്തെ മലയാളി പ്രസിഡന്റിൻ്റെ പേരിലുള്ള സ്ഥാപനം. 2 RIT, ഇന്ത്യയുടെ ഏറ്റവും കഴിവുള്ള പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ പേരുള്ള പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിവിടെ. JNUവിൽ പോകണം. JNU പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാണും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ജേർണലിസ്റ്റ് പഠിക്കുന്ന സ്ഥലമാണ്. നിങ്ങളൊക്കെ പഠിക്കുന്ന സ്ഥലമാണ്. JNU കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തുള്ളത് ഇവിടെയാണ്. അതറിയാതിരിക്കാൻ വേണ്ടി ഈ സർക്കാർ അതിബുദ്ധി കാണിച്ച് അത് ഉദ്ഘാടനം ചെയ്യാമെന്ന കേന്ദ്രമന്ത്രി അയാളെ തിരിച്ചു വിട്ടു കൊച്ചിയിൽ നിന്ന്. ഇങ്ങനെ 3 ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഏത് മണ്ഡലം ഈ കേരളത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നതിൽ മാത്രം വിശ്വസിച്ചു, പറയുന്നതിലല്ല, പ്രചരിപ്പിക്കുന്നതിലല്ല. അതുകൊണ്ട് വലിയ വാർത്തയില്ല. പിന്നെ എടുക്കണോ? ASAP പാമ്പാടി, രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ്, ഡയറ്റ്, SME. കോവിഡ് കാലത്ത് നമ്മൾ ആശ്രയിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ 10 വർഷമായി അനക്കിയിട്ടില്ല. അതാണ് ഈ സർക്കാർ. പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന ഒന്ന്, ചിന്തിക്കുന്നത് മറ്റൊന്ന്. ആവേശം പകർന്നുകൊണ്ട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി പുതിയ കർമ്മ പദ്ധതികൾ അവർക്ക് വേണ്ടി ആവിഷ്കരിച്ചുകൊണ്ട് പുതുപ്പള്ളിയുടെ ജനപ്രിയ നേതാവ് അഡ്വക്കേറ്റ് ചാണ്ടിയും നയിക്കുന്ന സൈക്ലിംഗ് ഇത് പാമ്പാടി ബസ് സ്റ്റാൻഡ് മൈതാനിൽ നിന്നും ആരംഭിക്കുകയാണ്.
അച്ഛാ ഇത്തിരി ബാക്കിലോട്ട് വന്നു. അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ട് തുടക്കം കുറിച്ചതായി കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF. ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഒരു വാക്ക് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട MLA ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജോഷി അവർക്കുമുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ പ്രസംഗത്തിനില്ല. മഴ എപ്പോൾ വേണേൽ പെയ്യാം. ഞങ്ങൾക്കിങ്ങനെ പുതുപ്പള്ളിയിൽ കഴിഞ്ഞ 3 പരിപാടികളുടെ ചരിത്രത്തിൽ മഴ ഇങ്ങനെ വരും മാറും. അത് നോട്ട് ചെയ്തിട്ടുള്ള കാര്യം. ഇപ്രാവശ്യം അവർ മഴ മാറി നിൽക്കുകയാണ്. ഏതായാലും ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ നമുക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് നമുക്കറിയാം, പെട്രോൾ തീരുക. ഇന്ന് ഞാൻ എൻ്റെ വണ്ടി പെട്രോൾ അടിക്കാൻ പറ്റുമ്പോഴത്തേക്ക് പെട്രോൾ തീർന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം രാജ്യം നിലനിൽക്കുന്നു. ഒപ്പം നമുക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഇല്ല, റെസ്റ്റോറൻറ്റ്സ് ഇല്ല. അപ്പം നമുക്ക് ചെലവുകൾ ചുരുക്കേണ്ട ഒരു ആവശ്യം. ഒപ്പം വീട് കുഞ്ചാണ്ടി ഫൗണ്ടേഷൻ ചെയ്ത 48 വീടുകൾ, അതിനോടൊപ്പം ഇനി ചെയ്യാൻ പോകുന്ന 100-ലധികം വീടുകൾ. ഞാൻ ഇത് ചെന്നിൽപ്പെട്ടത് എന്താ മനഃപൂർവ്വം അല്ലെങ്കിലും അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു പ്രവർത്തനമായിട്ട് തോന്നിയതുകൊണ്ട് അത് തുടരാനുള്ള തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് 25 വീടുകൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ചെലവുകൾ കട്ട് ഷോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മുടെ പ്രചരണം ചുരുക്കുന്നത്. ഏതായാലും എല്ലാവരെയും കടന്നു വന്ന എല്ലാ സൈക്കിൾ സൈക്കിൾ യാത്രികളെയും സഞ്ചാരികളെയും സഹയാത്രികളെയും അഭിവാദ്യം ചെയ്യുക. നമുക്കിനിയും നടക്കേണ്ടതുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. സൈക്കിൾ ഇപ്പോഴാണ്, പിന്നെ നടത്തമാണ്. സൈക്കിളും നടത്തവും കൂടെ ചേർന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഏതായാലും പത്രക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ഏഷ്യാന്റെ ബുദ്ധിമുട്ടുണ്ട്. നടന്നോ ഞങ്ങൾ വരത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ജോഷിനെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഞങ്ങൾ സ്വാഗതം. ഒറ്റ ലൈനായിട്ടാണ് പോകേണ്ടത്. നമുക്കറിയാം വളരെ പതുക്കെ പോയാൽ മതി. നമുക്ക് വളരെ തിരക്കുള്ള ഒരു റോഡിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് റൂട്ട് ഇവിടുന്ന് ആലാമ്പള്ളിയിൽ നിന്ന് ഇലക്കൊടിഞ്ഞിൽ നിന്ന് മീരടം വഴി വെട്ടത്തുകവല പുതുപ്പള്ളി. അപ്പോൾ എല്ലാവരും വളരെ ആത്മനിയന്ത്രണം പാലിച്ച് വളരെ സ്ലോയിൽ പോയാൽ മതി. കാരണം നമുക്കൊരു അപകടവും വേണ്ട. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അത് സൈക്കിളാണെങ്കിലും നമുക്ക് ഒത്തിരി യാത്ര ബസ്സും കാറും ഒക്കെ പോകുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് വളരെ സ്ലോയിൽ പോയാൽ മതി. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ജോഷിനെ ഈ ഒരു കർമ്മം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ക്ഷണിക്കുന്നു. എല്ലാവരെയും UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. നിങ്ങൾ പുതുപ്പള്ളിയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾക്ക് എവിടെയാണെങ്കിലും വോട്ട് ചെയ്ത് സാധിക്കുക. കൈപ്പത്തി, അതുപോലെ ഓട്ടോറിക്ഷ, ഏണിച്ചിഹ്നം, നിങ്ങളുടെ വലിയ വോട്ടുകൾ ഉണ്ടാവണം. UDFന് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. കൈതരാത്തത് എല്ലാവരും സഹായിക്കണം. എല്ലാവരും സഹായം ഓരോ